വെൽക്കം ബാക്ക് ടു മൈ കിച്ചൺ. ഞാൻ പ്രസീത. ആദ്യം തന്നെ എല്ലാവരോടും ഒരു സോറി പറയുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് സൗണ്ട് ഇല്ലായിരുന്നു എന്ന് എല്ലാവരും പരാതി പറഞ്ഞു. എൻ്റെ ആദ്യത്തെ വ്ളോഗായതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ ഇനിയുള്ളതിൽ ഞാനത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. ഇന്ന് നമ്മൾ കിച്ചണിൽ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് പരിചയപ്പെടാം. ഇന്ന് ബയോ ബൺസ് ആണ് ഉണ്ടാക്കുന്നത്. ഇത് ഓവനിലോ അല്ലാണ്ട് ഫ്രൈ ചെയ്തോ ഒന്നുമല്ല ഉണ്ടാക്കുന്നത്. നമ്മൾ ആവിയിലാണ് ഈ ബണ്ണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇതിന് എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം. അപ്പം ആദ്യം തന്നെ ഒരു വലിയ ബൗൾ എടുക്കുന്നതായിരിക്കും നല്ലത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗർ, ഈസ്റ്റ് ചേർത്ത് കുറച്ച് ചൂടുള്ള വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് വെക്കുക. അടച്ചു വെക്കണേ. വെച്ചതിന് ശേഷം 5 മിനിറ്റിന് ശേഷം ആ സെയിം ബൗളിലേക്ക് മൈദ 2.5 കപ്പ്, 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 3 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് നന്നായി കുഴച്ച് നല്ല ചപ്പാത്തി മാവ് പരുവത്തിലാക്കുക. അടച്ച് വെക്കുന്നതിന് തൊട്ട് മുമ്പ് കുറച്ച് ഓയിൽ കൂടി ചേർത്തിട്ട് വേണമായിരുന്നു അടച്ചു വെക്കാൻ. ഞാനത് മറന്നുപോയി. പിന്നെ ഇനി 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. 2 മണിക്കൂറിന് ശേഷം ഈ മാവ് നല്ല ഫ്ലഫി ആയിട്ട് വരും. ഇതിനെ നമ്മൾ വീണ്ടും കൈവച്ച് യോജിപ്പിച്ചതിന് ശേഷം നന്നായിട്ട് കുഴച്ച് യോജിപ്പിച്ച ശേഷം ഒരു വലിയ പോർഷൻ എടുത്ത് അതിനെ പരത്തുക. ഇത് ഒരു 1/4 ഇഞ്ച് കനത്തിൽ പരത്തി വെക്കണം. നന്നായിട്ട് പരന്ന് കഴിഞ്ഞിട്ട് ഇതിനെ ഒരു കട്ടറോ എന്തെങ്കിലും വെച്ച് മുറിച്ച് ഇതുപോലെ ഷേപ്പിലാക്കുക. മുറിച്ചെടുത്ത ബൺസ് നമ്മൾ സെപ്പറേറ്റ് ആക്കണം. പിന്നെ ബട്ടർ പേപ്പർ എടുത്ത് ഇതേപോലെ ഷേപ്പിൽ മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഓയിൽ സ്പ്രെഡ് ചെയ്യണം. പിന്നെ ആ ബൺസിലും ഓയിൽ സ്പ്രെഡ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത്, ഒത്തിരി അമർത്തരുത്, ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്താൽ മതി. ഇത് ബട്ടർ പേപ്പറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് മാറ്റി വെക്കാം. ഇതുപോലെ എല്ലാ ബൺസും നമുക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് ബട്ടർ പേപ്പറിൽ വെക്കാം. ഇതൊരു ഇഡ്ഡലി കുട്ടകത്തിലോ അല്ലെങ്കിൽ സ്റ്റീം ചെയ്യുന്ന എന്തിലാണോ അതിലേക്ക് മാറ്റുക. 10 മിനിറ്റ് സ്റ്റീം ചെയ്താൽ മതി. ഈ സമയത്ത് നമുക്ക് അതിനുള്ള ഫില്ലിങ് തയ്യാറാക്കാം. പനീറിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ചില്ലി ഫ്ലേക്സ്, കാശ്മീരി ചില്ലി എല്ലാം ഓരോ ടേബിൾ സ്പൂണാണ്. എരിവ് കൂടുതൽ വേണ്ടവർക്ക് ചേർക്കാം. പിന്നെ കുരുമുളക് പൊടിയും കസ്തൂരി മേത്തിയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇതിൻ്റെ ഒപ്പം തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ആഡ് ചെയ്യണമായിരുന്നു. ഞാനത് മറന്നുപോയി. പിന്നെ അതിന് ശേഷം വേണം നമ്മൾ മൈദ ഒന്ന് കോട്ട് ചെയ്യാനായിട്ട്. ഇത് ഞാൻ ഷാലോ ഫ്രൈ ആണ് ചെയ്തേക്കുന്നത്. പക്ഷേ ശരിക്കും അത് ഡീപ്പ് ഫ്രൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ ഷാലോ ഫ്രൈ ചെയ്തതേ ഉള്ളൂ. ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്താൽ നല്ലതായിരിക്കും. ഡീപ്പ് ഫ്രൈ ചെയ്യുന്ന ഏറ്റവും നല്ലത്. എനിക്കതാണ് ഇഷ്ടം. പിന്നെ ഞാൻ ആ സെയിം പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസും കുറച്ച് വെള്ളവും ചേർത്ത് ഒന്ന് തിളപ്പിച്ച് അതിലേക്ക് ഹണി 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു മിക്സ് ചെയ്തതിന് ശേഷം ശർക്കര 1 പീസും പച്ചമുളകും കൂടി ചേർക്കുക. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീറും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. നമ്മുടെ ബയോ ബൺസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് അടിച്ച് നോക്കിയിട്ട് നമുക്ക് തിരിച്ചു തരാം. അപ്പോൾ നമ്മുടെ ബണ്ണ് റെഡി ആയിട്ടുണ്ട്. ഇത് അറേഞ്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചില്ല, പക്ഷേ സിമ്പിളാണ്. ബണ്ണിൻ്റെ ഉള്ളിൽ
മയണൈസോ കെച്ചപ്പോ സ്പ്രെഡ് ചെയ്ത് ഫ്രൈ ചെയ്ത് വെച്ച പനീറും വെജിറ്റബിൾസും വെച്ച് നമുക്ക് കഴിക്കാം. നോർമലി ഇതെല്ലാവരും ചിക്കനിലാണ് ചെയ്യുന്നത്. ഞാൻ പനീറിൽ ചെയ്തു എന്നേ ഉള്ളൂ. എല്ലാവരുടെ ഇഷ്ടത്തിന് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ്. അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക് യു.